അപ്പൊ ഗൈസ് നമ്മളിപ്പോ ഉള്ളത് എവിടെയാണ്? നമ്മള് ബർത്ത്ഡേ കഴിഞ്ഞ പിറ്റേ ദിവസം ഇവിടെ ആഘോഷിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് പോകുന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ട് മതിയാവുന്നില്ല ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇവിടെ തന്നെയാണ് സ്റ്റേ ഉണ്ടായിരുന്നത്. ഒരു ദിവസം കൂടെ ബർത്ത്ഡേ ആഘോഷിക്കണം എന്ന് പറഞ്ഞു. ബർത്ത്ഡേന്റെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് 19-20 ബർത്ത്ഡേ ആണ്. അപ്പൊ 21 നമ്മള് ബർത്ത്ഡേ ആക്കാൻ തീരുമാനിച്ചു. അതെ, അപ്പൊ ഇന്ന് ഞാൻ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയതാണ്. ഞങ്ങളെ ബാക്കിലുള്ള വ്യൂ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടുന്ന് പോവാത്തത്. ഞങ്ങൾ ഈ വീഡിയോന്റെ ഇൻട്രോ എടുക്കുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ രാവിലെ നേരത്തെ എണീച്ചിട്ട് ആ ഒരു വൈബിലാണ് ഈ എടുക്കുന്നത്. അല്ല, വൈകുന്നേരം 6 മണിയാണ് ഇപ്പൊ സമയം. 6 മണി, 6:05 സമയം. നല്ലൊരു ഇവിടെ ഈ സ്ഥലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ കുറെ പറയാനുണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ്. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക് ഇങ്ങനെ കേൾക്കുന്നില്ലേ? അത് എപ്പോഴും ഇങ്ങനെ ആ കിളികളൊക്കെ ഒറിജിനലാണ്. അതെ, അത് ഒറിജിനലാണ്. ജുൻകായും അമലേട്ടനും പൊരിഞ്ഞ ആൾക്കാണ് വിളിച്ചിട്ട് എണീക്കുന്നില്ല. ഇവിടെ കിടന്നുറങ്ങാൻ ഭയങ്കര ഞാൻ കൊറേ നേരം വിളിക്കുന്നത്. അവസാനം എന്റെ അടുത്ത് ചൂടായി ഗൈസ്. ഈ ഉറങ്ങുമ്പോ ഞാൻ എന്തെങ്കിലും വെറുപ്പിക്കലുണ്ടോന്ന്. കുറച്ച് നേരത്തെ അമലിനെ വിളിച്ചപ്പോ അവൻ ഇതിപ്പോ കുളിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ ഗൈസ് ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് ഇവിടെ മൊത്തത്തിൽ ഒന്ന് കറങ്ങി കാണാം. കാണിച്ചു തരട്ടോ ഇന്നത്തെ നമ്മൾ കാണാൻ പോകുന്ന സ്ഥലങ്ങൾ. ആദ്യം തന്നെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ്. അതെ, ഇവിടുന്ന് നമ്മൾ നേരെ നടന്നു കഴിഞ്ഞാൽ ഒരു ആർച്ച് കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തൊരു ഹെവൻ ആണ് ഗൈസ്. അതെ അതെ, ആ ഹെവൻ നിങ്ങൾ കാണിച്ചു. അമലേട്ടൻ വന്നില്ല, അമലേട്ടനെ കൂട്ടാണ്ട. അമലേട്ടൻ ഓൾറെഡി ഹെവൻ കണ്ടതാണ്. അപ്പൊ നിങ്ങളാണ് എനിക്ക് കാണാനുള്ളത്. ഇന്നലല്ലേ ഈ നേരം ആവുമ്പോ കുറച്ചും കൂടി ഡിം ആയിരുന്നു, ഡള്ളായിരുന്നു. ഒരു മഴക്കാലൊക്കെ മൂടിക്കുന്ന കുറച്ച് തണുപ്പ് വന്നിട്ടുണ്ട്. ഇന്നലെ ഈ സമയത്ത് അത്ര തണുപ്പൊന്നുമില്ല. മലകളുടെ ഷെയ്ഡ് വരച്ചു കാണിച്ചു തരാനുള്ള ദിവസം തന്നെ നല്ല അടിപൊളി വ്യൂ ആണ്. ഇത് നോക്ക്, എന്ത് രസാ. ഇതാണ് ഞങ്ങൾ പറഞ്ഞ വാട്ടർ കളർ ഇങ്ങനെ ചെയ്യുന്ന ആ ഒരു സംഭവം. ഇന്നലെ കഴിച്ച് ഇവിടെ 2 മയിൽ ഉണ്ടായിരുന്നു ഈ എഡ്ജില്. ഞാനും 5 കൂടെ ഇങ്ങോട്ട് വന്ന ഈ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്ത് വന്നപ്പോ ഇവിടുന്ന് പാറി പോയി ഇങ്ങോട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ പറയാ കാക്കയാണ്. ഇത്രയും വലിയ കാക്കയാണ്. അങ്ങനെ പോയി നോക്കിയപ്പോ മയിലുണ്ടായിരുന്നു അവിടെ. ഇവ പശുവിനെ മാനാക്കും, ഇപ്പൊ മയിലിനെ കാക്കയാക്കും. ഞാനല്ല നോക്കുക എന്ത് രസാ കാണാൻ. അപ്പുറത്തൊരു സ്വർഗം പോലല്ലേ എനിക്ക് അങ്ങനെയൊക്കെ തോന്നുക. ഇതേപോലത്തെ ഒരു ഹില്ലിന്റെ മുകളിലാണ് നമ്മളിപ്പോ ഉള്ളത്. അത് നമുക്ക് അവിടെ നിന്ന് നോക്കുമ്പോ ഇത് നല്ല ഭംഗിയായി തോന്നും. അറ്റത്ത് പോയിട്ട് കാണിച്ചു കൊടുക്കാം. ഇതാണ് ഗൈസ് ഞങ്ങൾ പറഞ്ഞ വ്യൂ. നോക്ക് എന്ത് രസം. നല്ല തണുപ്പുണ്ട് കേട്ടോ. ആ സൂര്യൻ അവിടെ ഉണ്ടെന്ന് വിചാരിച്ചൊരു ചൂടാണെന്ന് വിചാരിക്കും. ഞങ്ങൾ പല വീഡിയോസിലും ഇങ്ങനത്തെ വ്യൂ കണ്ടിട്ടുള്ളൂ, ഇപ്പൊ നേരിട്ട് കണ്ടു ഗൈസ്. സൂര്യൻ പോയി തുടങ്ങി. ഞങ്ങൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് സൂര്യൻ ഇത് ഭയങ്കര സ്പീഡിലാണ് മൂപ്പര് പോണത്. നേരത്തെ ഇവിടേക്ക് എത്തുമ്പോഴേക്ക് മേലെയായിരുന്നു സൂര്യൻ. ഇനി ഗൈസ് നമുക്ക് നേരെ അവിടുത്തെ വ്യൂ പോയിന്റിലേക്ക് പോവാം ഗൈസ്. ഇവിടെ സൂര്യനെ അസ്തമിച്ചു കഴിഞ്ഞു. ഇവിടെ ഭയങ്കര തണുപ്പ്. അങ്ങോട്ട് പോകുന്നത് സൂര്യനെ കാണാനായിരുന്നു അങ്ങോട്ട് പോവാന്ന് പറഞ്ഞത്. എന്നാലും വ്യൂ പോയിന്റ് കാണായിരുന്നു. പിന്നെ നമ്മൾ പോകുന്ന അതായത് വന്ന വഴിയിൽ തേയിലത്തോട്ടാണ്. അതിന്റെ ഉള്ളിൽ കൂടെ കുറെ ആൾക്കാർ നടക്കുന്നുണ്ട്. അവിടെ പൊരിഞ്ഞ തണുപ്പ് ഇവിടെ. തണുപ്പില്ല. ഷാമിന്റെ വിദഗ്ധമായ നിരീക്ഷണത്തിൽ ഓള് പറഞ്ഞത് എന്താ വെച്ചാല് ഇന്നലത്തേനെക്കാട് കോട ഇറങ്ങാൻ സാധ്യത ഉണ്ട്. പക്ഷെ കോട ഇതുവരെ ഇറങ്ങിയില്ല ഗൈസ്. കോട ഇറങ്ങും, ഇറങ്ങിയിരിക്കും. ഞങ്ങള് പോവാനുള്ളതല്ല, അതുകൊണ്ട് കോട വരും. സൺസെറ്റ് ഒക്കെ കഴിയുമ്പോ ഒരാൾ ഗൈസ് ഇതാ കുളിച്ചൊക്കെ വരുന്ന എന്തൊരു നിഷ്കളങ്കമായ വരവ്. കുളിച്ച് മാറ്റി ഇപ്പഴാ വരുന്നത്. സണ്ണൊക്കെ പോയില്ലേ. അല്ല, സ്വിമ്മിംഗ് പൂളിൽ ഇവിടുന്നുള്ള വ്യൂ കാണിച്ചു കൊടുക്കാം. യെസ്, നമ്മളിങ്ങനെ കേറി ചെല്ലുമ്പോൾ അതെ, അത് പൂളിൽ ഇറങ്ങിയതിനു ശേഷം ഫുൾ ബോഡി പെയിനും എല്ലാം കൂടെ ക്ഷീണമായി. കൊറേ നീന്തി നീന്തല്ല, വെള്ളത്തില് കയ്യും കാലും ഇട്ടടിച്ചു. അത്രയേ ഉള്ളൂ. നീന്താൻ പഠിപ്പിച്ചെന്ന്, പക്ഷെ ഞാൻ പഠിച്ചില്ല. ലാസ്റ്റ് ഒന്നും നടക്കില്ല, പിടിച്ചു മുക്കി വെള്ളത്തില്. അവിടെ നല്ല പിങ്ക് കളറ്. നമ്മളിപ്പോ നടന്നു പോയിട്ട്
എന്ത് പറ്റി രമണ? വൈബ് പിടിക്കേ. വൈബ് പിടിക്കുക. മറ്റേ ജയറാമിനെ പോലെയല്ലേ ഫ്രണ്ട്സിലെ ജയറാമിനെ പോലെ നമ്മള് നടന്ന് ഗൈസ് അതിന്റെ മുകളിലെത്തണം. മിക്കവാറും ഇവിടുന്ന് നടക്കാൻ ഇപ്പൊ തുടങ്ങിയാൽ ഇരുടാവുമ്പത്തേക്കിനും അവിടെ എത്താം. അവിടേക്ക് ഏകദേശം 1 കിലോമീറ്റർ അടുത്തുണ്ടെന്നാ തോന്നുന്നത്. ആണെങ്കിൽ കയറ്റമാണ്. പക്ഷെ നമ്മൾ അവിടെ എത്തുമ്പോത്തിന് ഇരുടാവും. ഗൈസ് നടന്നാൽ ഇന്നൊന്നും എത്തൂല എന്നുള്ളതുകൊണ്ട് നമ്മൾ കാർ എടുത്തിട്ടാട്ടോ പോകുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ നേരത്തെ നടന്ന് സുഖമായിട്ട് പോയിരുന്നു. ഇപ്പൊ കണ്ടില്ലേ ഇരുടായി. കൈ ഉറങ്ങി എനിക്ക് എത്തോണ്ടാ ഗൈസ് ലേറ്റ് ആയി. എന്റെ ഉറക്കം തെളിഞ്ഞില്ല ഇതുവരെ. ജാമ്പക്ക നോക്കിക്കോ. എവിടെ കിഡിലെ ചക്കൊന്നല്ല. ചാട്, അവളെടാ. കമോണമല്ലേട്ടാ. ജംപ്. ചാമ്പക്കന്നെയാണോ? ചാമ്പക്കന്നെ അത്. അതിന്റെ ഇത് മാറിയതാ. ചാമ്പൊക്കെ പറിച്ചു ഗൈസ്. കാറൊന്നുമില്ല, നമുക്കിന്ന് പോവാം. ഗൈസ് നമ്മളങ്ങനെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 5 മുകളിലാണ്. അവിടുത്തെ വ്യൂ കാണിച്ചു തരാം. ഇതൊക്കെയാണ് നമ്മൾ നടന്നു പോണെന്ന് പറഞ്ഞത്. പക്ഷെ ഇരുടായതുകൊണ്ട് നമുക്ക് പോവാൻ നിർത്തില്ല. അതെ, അയ്യോ എന്റെ തല അവിടെ ഉണ്ടായോ മതിയായിരുന്നു. ഈ സൈഡ് മൊത്തം ചായത്തോട്ടം. അതെ, മീൻസ് ആ ചായ തേയിലോണ്ടാണല്ലോ. ഇതൊരു അഡ്വഞ്ചറസ് ട്രിപ്പായി മാറി ഗൈസ്. എനിക്ക് എന്റെ അമ്മ നല്ല തണുപ്പുണ്ട്. ഇപ്പുറത്തെന്താ കരിമ്പാ? ഈ സൈഡ് കരിമ്പാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് കണ്ട ആ ആകാശത്തേക്കുള്ള വഴിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ കണ്ടോ ഭയങ്കര സിറ്റി ഒക്കെ കാണട്ടോ ഗൈസ്. ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കിയാ നമ്മൾ നേരത്തെ കണ്ട മലനിരകളുടെ വേറൊരു സൈഡ് വ്യൂ ആണ് കേട്ടോ അത്. ഇവിടെ ഇപ്പൊ ഇരുടായി വരുന്നുണ്ട് ഗൈസ്. ഇരുടായിട്ടോ. നല്ല കാറ്റുണ്ട്, നല്ല തണുത്ത കാറ്റുണ്ട്. കുറച്ച് നേരം മുന്നേ വരണ്ടീന്, നല്ല രസം ഉണ്ടാവുന്നു. ഇതൊക്കെ ആ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അവിടെ നിന്നാണ് നമ്മൾ വന്നത്. ആ പോർഷൻ നിന്നാണ് നമ്മളിപ്പോ ഇങ്ങോട്ട് വന്നത്. ഞാൻ സൂം ചെയ്ത് കാണിച്ചേ. ആ റിസോർട്ട് കൈ നോക്ക് ഗൈസ്. ചുവന്ന് കിടക്കുന്നു. താഴെ റെഡ്, അതിനുശേഷം ഓറഞ്ച്, അതിനുശേഷം ആ ലൈറ്റർ ഷെയ്ഡിലേക്ക് ലൈറ്റർ ഷെയ്ഡിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പൊ അത് ഏതാ സല്ലു? വീനസാ? നക്ഷത്ര നിരീക്ഷകനാണ് സല്ലു. അതുകൊണ്ട് പിന്നെ നമ്മൾ സല്ലുവിനോട് ചോദിച്ചിട്ടാണ് ആകെ തീരുമാനിച്ചത്. അയ്യോ അയ്യോ, ജുനുവിന്റെ ഫ്രഷ് സാധനം. ആരോ ഇറങ്ങാണ്ട് ഒരു വഴി ഇട്ടതാണോ അവിടെ? അങ്ങനെ കാണുന്നില്ല ഒരു ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നടാ? 5 പഠിപ്പിച്ചെന്നാ. എന്താ 5 വർത്താനം പറഞ്ഞു തുടങ്ങിയാലാണ് എനിക്ക് ഇതുപോലത്തെ ചളികൾ പറയാം. ചളി എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചളിയാന്നറിയോ? സഹിക്കാൻ പറ്റില്ല. ഇടക്ക് ഇവിടുന്നും ഉണ്ടാവും. ആരിറങ്ങാനുള്ളതാന്ന് കൂടെ ഒന്ന് മൊഴിയോ? സല്ലുവിന് ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് രാത്രി ആകാശത്തെ നോക്കിയിരിക്കുന്നതാണോ. ലക്ഷക്കണക്കിന് സ്റ്റാറുകൾ നോക്കി നോക്കി ഇങ്ങനെ ഇരിക്കുക. അതാണ് അവന്റെ മെയിൻ പണി. അവനെ മറ്റേ എന്തെങ്കിലും ടെലിസ്കോപ്പ് വാങ്ങിക്കൊടുക്കാത്ത സങ്കടം പറയും. കൊല്ലമായി പറയുന്നു. എത്ര കാലം ഇതുവരെ എനിക്ക് ഇവർ ആരും ഒരു ടെലിസ്കോപ്പ് വാങ്ങിച്ചില്ല. ഇത്തവണ എന്തായാലും മേടിച്ചു തരും. മേടിച്ചു തന്നിരിക്കും. അതെ, പക്ഷെ ഞാൻ പറഞ്ഞ അതാ പ്രശ്നം. ഞങ്ങളൊരു ടെലിസ്കോപ്പ് വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല. ഓന്റെ സ്പെസിഫിക്കേഷൻ ഉള്ള അത് തന്നെ കിട്ടണം. അത് ഏതാന്ന് ആദ്യം പറഞ്ഞോണ്ട് എന്നാ 2 ലക്ഷം റുപ്യ ചെറിയൊരു സാധനമാണ്. അത്ര വാങ്ങി തരില്ല. ഇങ്ങനെ കണ്ടാ മതി. അതായത് ചെലവില്ലല്ലോ. പുതുതായിട്ട് കണ്ടുപിടിച്ചിരുന്നു. ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ നോക്കാം. യൂട്യൂബില് വീഡിയോസ് എടുത്ത് കണ്ടോ? അത് പറയാം, അത് നമ്മൾ വീക്ഷിക്കുന്ന പോലെ ആവില്ല. 2 ലക്ഷം രൂപ വരുന്ന സാധനം എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഗൈസ് നമ്മളിതാ ആ വ്യൂ ഒക്കെ കണ്ടുവന്ന് നമ്മൾ നിൽക്കുന്ന റിസോർട്ടിന്റെ പേര് ക്ലൗഡ്സ് വ്യൂ റിസോർട്ട് എന്നാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ചായ കുടിക്കാൻ പോയി. ഗൈസ് ഇവരിവിടെ ഗെയിംസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവര് ക്യാരംസ് കളിച്ചുകൊണ്ടിരിക്കുക. ഗെയിംസ് കണ്ട അവിടെ നിന്നോളൂ എല്ലാരും. കോഫി വന്ന്. ആ എന്നാ വാ. പോക്കറ്റ് ആയി ജുനക്ക. വാ പോ 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 വാ വാ വാ. കോഫി കുടിച്ചിട്ടാക്കാ ബാക്കി. ഗൈസ് കോഫിയും ടീ സ്നാക്സും ഒക്കെ വന്നിട്ടുണ്ട്. ഗൈസ് ഇലയുടെ ഉണ്ട്, കോഫി ഉണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്. ഇനി നമുക്ക് കുടിക്കാം. നല്ല തണുപ്പത്തുനിന്ന് വന്നോണ്ട് നല്ല ചൂട് കോഫി കുടിക്കാം. ഞാൻ വെച്ച് കഴിയാനായി കൊറേ നേരമായി വിളിക്കുന്നത്. എത്ര നേരം ഗെയിമിന്റെ അടുത്തിരുന്ന നമ്മളൊരു ഒരു വികാരമാണ്. നിറമ്പിലൂടെ ഓടുന്നൊരു ചോരയാണ്. പിന്നെ അത് പോയി കഴിച്ചാൽ പോരെ. അങ്ങനെ നമ്മള് ചായ കൂടിയൊക്കെ കഴിഞ്ഞ് എങ്ങനെ ഉണ്ടായിരുന്നു ഇലയിട? നല്ല ഇലയുടെയും നല്ല കോഫിയും ഗൈസ്. സല്ലു സ്ഥിരം പരിപാടി തുടങ്ങിയിട്ടുണ്ട്. സ്റ്റാർ നോക്കി നിൽക്കുക. നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ ഇവിടെ മൊത്തം അതാ ഉള്ള സ്റ്റാറാ ഗൈസ്. കാണാൻ തന്നെ എന്ത് ഭംഗിയാന്നറിയോ? നാട്ടിലും കാണാലോ.
നാട്ടിൽ കാണാനൊന്നും പറ്റില്ല. ഈ വീട്ടിൽ കാണാനുണ്ടോ അത്ര സാറ്? കച്ചറയാ ഇവിടെ. പക്ഷെ ഈ ഒരു തണുപ്പിന്റെ അറ്റ്മോസ്ഫിയറിലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? ഇവിടെ പോണാ എന്നാലും എനിക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഗൈസ് ഇനി പാട്ടിന്റെ സമയമാണ്. പുറമെ നല്ല തണുപ്പാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാരും കൂടെ അകത്തിരുന്നാണ് ഗൈസ് പാട്ട് പാടാൻ വേണ്ടി പോകുന്നത്. ഞാൻ കാണിച്ചുതരാം. പാട്ടൊക്കെ കഴിഞ്ഞതിന് ക്ഷീണിച്ചു. ഇനി കുറച്ച് എനർജി ആയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. ചപ്പാത്തി ഉണ്ട്, പിന്നെ ഇത് എന്തെങ്കിലും ചോദിക്കാം ഗോബി മഞ്ചൂരിയൻ, പിന്നെ ഇത് എന്താന്ന് അറിയില്ല ചിക്കൻ ചുക്കയോ രാവിലെ മുതൽ വെള്ളിയാണ്. പിന്നെ ഇവിടെ നമുക്ക് പൊറോട്ട ഉണ്ട്, ബട്ടർ ചിക്കൻ ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, സാലഡ് ഉണ്ട്. അപ്പൊ രാത്രി വിഭവസമൃദ്ധമായ ഭക്ഷണമാണ്. അതെന്താ അറിയോ, നമ്മൾ ഉച്ചക്ക് നല്ലോണം കഴിച്ച്, അത് കഴിഞ്ഞ് ഈവനിങ് സ്നാക്കും നല്ലോണം കഴിച്ചു. അമലൊന്നും മിണ്ടാതെ തട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അഞ്ച് ആസ് യൂഷ്വൽ അര ചപ്പാത്തി എടുത്തിരിക്കുന്നുണ്ട്. അര ചപ്പാത്തി അല്ല, ചപ്പാത്തി ഇത് കഴിഞ്ഞാല് അര ചപ്പാത്തിയില് ബാക്കി ഉണ്ടാവും. അതാണ് ഇത് ഹൈലൈറ്റ്. സത്യല്ലടാ, സത്യല്ലേ? ഭക്ഷണത്തിന്റെ കാലത്ത് വളരെ മോശം. സല്ലുദ ഫ്രൈഡ് റൈസ് എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് റൈസ് മാത്രം കഴിക്കാൻ, റൈസും കുറച്ച് കറി, വേറെ ഒന്നും വേണ്ട, വയറ് ഫുള്ളാ. ഞാൻ ഫ്രൈഡ് റൈസ് തന്നെ കഴിച്ചത്. പക്ഷെ ഇന്ന് ഞാൻ ലൈറ്റ് ആയിട്ട് ചപ്പാത്തിയും ചിക്കനും മാത്രം കഴിച്ചു. ലൈറ്റ് ആയിട്ട് ആ പാത്രം ഒന്ന് നോക്കിയാൽ ലൈറ്റ് ആയിട്ട് കഴിക്കുന്നത്. വളരെ ലൈറ്റ് ആണ്. രാജുവിന് എന്താ എടുക്കുന്നത്? ഞാൻ ചപ്പാത്തി കഴിച്ച്, ഞാൻ പൊറോട്ട എടുത്ത് ടേസ്റ്റ് നോക്കിയിട്ടുണ്ട്. വേണോ വേണ്ടയോ എത്തിയിട്ട് വേണം റൈസ് കഴിക്കാൻ. ഞാനൊരു ചപ്പാത്തി എടുത്തിട്ടുണ്ട്, കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്, കഴിച്ചോണ്ടിരിക്കും. ഒരു അരമണിക്കൂർ മുന്നേ എടുത്ത ചപ്പാത്തി അതേമാതിരി തന്നെ മുളക് ഇങ്ങനെ തിന്നുന്നുണ്ട്, എന്താ അറിയില്ല. അമലെന്താ കഴിക്കുന്നത്? ഞാനൊരു പൊറോട്ട എടുത്തിട്ട് കുറച്ച് ചിക്കൻ ഞാനിതവിടെ പൊറോട്ടയും ബട്ടർ ചിക്കനും കഴിച്ചുകൊണ്ടിരിക്കുന്ന കൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ചൂടും ഉണ്ട്. സമയം രാത്രി 11:15. ഷട്ടിൽ ബാറ്റ് കളിച്ചോണ്ടിരിക്കുക അവിടെ. കഷ്ടപ്പെട്ട് ചോദിച്ചെടുത്ത് കൊണ്ടുപോകുന്നതാ. ഞാൻ അടിച്ചു കൊടുക്കുന്നത് കൈക്ക് വളമുണ്ട് തോന്നുന്നു. പോയി അഞ്ചൗട്ട്. ഓ, ഔട്ടായിട്ട് വീഡിയോ എടുത്തോണ്ട് മാത്രല്ലേ സമ്മതിച്ചിരുന്നേ? അല്ലേ അല്ലേ സമ്മതിച്ചിരുന്ന. ട്രയൽ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ അടിക്കുള്ള, എനിക്ക് എങ്ങനെ അറിയാം.
നിങ്ങളൊരു തീരുമാനത്തിലെത്തും. കഷ്ടപ്പെട്ട് അടിപൊളി വാങ്ങിയതാ, കളിച്ചുകൂട്. കല്ല് കളിക്കാൻ അറിയിക്കഴിഞ്ഞാൽ എങ്ങനെയാ അവന്റെ ജാട കേട്ട് മതിയാവും. അത് സത്യം. അടുത്ത ഞാൻ തന്നെയാ. അടുത്തതായി അംഗത്തിനിറങ്ങുന്നു ശ്രീലക്ഷ്മി. അത് ശ്രീക്ക് അറിയാം എങ്ങനെ എത്ര പെട്ടെന്ന് ഔട്ടായി എന്നുള്ള കാര്യം. ഞാൻ തമലട്ടെ അടുത്ത തവണ ഞാൻ വിട്ടുകൊടുക്കൂല. ബാഡ്മിന്റൺ ഒക്കെ കഴിഞ്ഞ് ഗൈസ് ഇപ്പൊ നമ്മള് ക്യാമ്പ് ഫയർ ഇട്ടിന് കുറച്ച് പാട്ടൊക്കെ പാടിയിരിക്കാൻ പോണേ. കസവിന്റെ തട്ടമിട്ട് വെള്ളിയരഞ്ഞാണമിട്ട് പൊന്നിന്റെ കൊലുസുമിട്ടൊരു മുഞ്ചത്തി കൂനാലി പുഴയൊരു വമ്പത്തി കൂനാലി പുഴയൊരു വമ്പത്തി ഇവളുടെ മുന്നും പിന്നും കണ്ടുപിടിച്ചവർ മിന്നും മരം കൊണ്ടു നടന്നവർ കൂനി കൂടി കാളി വളർത്തി വയറൂരി പാഞ്ഞു തന്നെ പായത്തി കൂടാളി പുഴയൊരു വമ്പത്തി കൂടാളി പുഴയൊരു വമ്പത്തി ഉളിരിന്റെ തട്ടൊടുത്ത് ൂരും നാണമുത്ത് പെണ്ണിന്റെ പുതുക്കുമെന്തൊരു ചെണ്ടല്ലേ കൂടാളി പുഴയത് കണ്ടില്ലേ കൂടാളി പുഴയത് കണ്ടില്ലേ ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ തഴുകുന്ന കാറ്റും താരാട്ടുപാട്ടിൻ വാത്സല്യം വാത്സല്യം രാപ്പാടിയേകും നാവേറ്റുപാട്ടിൻ നൈർമല്യം നൈർമല്യം തളിരിട്ട താഴ്വരയിൽ താളമാകവേ പച്ചക്കറിക്കായ തട്ടി ഒരു മുത്തശ്ശി പൊട്ടിട്ട് ചൊല്ലി കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട് വെള്ളരി പിഞ്ച് പോലും ചുമ്മാ കള്ളക്കണ്ണീരൊഴുക്കി തക്കാളി പപ്പാളി അച്ചിങ്ങ മച്ചിങ്ങ പിച്ചിങ്ങയോടൊത്ത് പിച്ച നടന്നു ചൊല്ലി കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട് കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട് അല്ലിമലർക്കാവിൽ പൂരം കാണാൻ അന്നു നമ്മൾ പോയി രാവിൽ നിലാവിൽ ദൂരെ ഒരാൾ വരച്ചോടിയിരുന്നു മായിവിൽ ഗോപുരമാളിക തീർത്തു അതിനാടിപ്പാടി അല്ലിമലർക്കാവിൽ പൂരം കാണാൻ അന്നു നമ്മൾ പോയി രാവിൽ അങ്ങനെ ഗൈസ് സമയം 12:30 എല്ലാവർക്കും ഉറക്കം വരുന്നു ഗൈസ്. പാട്ടൊക്കെ പാടി ഷട്ടിൽ ബാറ്റൊക്കെ കളിച്ച് ഇനി ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി പോവാണ് ഗൈസ്. നാളെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോകും. ചെറിയൊരു വിഷമമുണ്ട് ഗൈസ്. ഇത്രയും ദിവസം കാക്കനെ കാണില്ലല്ലോ, ആരും കണ്ട ഇത്രയും ദിവസം നമ്മളിവിടെ അടിച്ചു പൊളിച്ച് അഞ്ചിന്റെ ബർത്ത്ഡേക്ക് വന്നതാണ്. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര അടിപൊളിയായിട്ട് നിന്ന് പോവാൻ തോന്നില്ല. അത് ഇവിടുന്ന് പോകാൻ തോന്നില്ല. ഇവിടുത്തെ വ്യൂ ഒക്കെ ഇങ്ങനെ ഭയങ്കര ഒരു സമാധാനമുള്ളൊരു സ്ഥലം ഗൈസ്. എന്തായാലും പോയാലേ പറ്റൂ. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ജസ്റ്റ് നമ്മുടെ ഒരു എന്താ പറയാ ഒരു കുഞ്ഞു വ്ളോഗ്, ഒരു നമ്മുടെ ഒരു എന്താ പറയാ
ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ്. ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വ്ളോഗായിരുന്നു ഗൈസ്. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ ടാറ്റാ.